ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷേത്രത്തിലേക്ക് എത്തിയ ശ്യാമയോട് തൽക്കാലം ആർക്കും മുഖം കൊടുക്കണ്ട എന്ന് അശ്വതി പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ശ്യാമ തൻ്റെ മുഖം മറച്ചു പിടിക്കത്തക്ക രീതിയിൽ ആ സാരി തലപ്പ് കൊണ്ട് മറച്ചു പിടിച്ച് ശ്യാമയും അശ്വതിയും കൂടി ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നു. ശ്രീകോവിലിനുള്ളിൽ ദേവനാരായണൻ തിരുമേനി പൂജ ചെയ്യുന്നത് കണ്ട് രണ്ടുപേരും അതിശയപ്പെട്ടങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തിരുമേനിയോട് കാര്യങ്ങൾ ചോദിച്ച് സത്യം തിരിച്ചറിയാനായി ശ്യാമ ഭഗവാന്റെ മുന്നിലായി വന്നു. ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ഭഗവാനോട് ശ്യാമ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, അവിടുന്ന് എന്നെ പലപ്പോഴായി എൻ്റെ മോൾക്കരികിലേക്ക് നീ തന്നെ കൊണ്ടുവന്നു. ഇന്ന് ഞാൻ എൻ്റെ മോളെ നേരിൽ കാണുകയാണ്. ഈ സന്നിധിയിൽ വെച്ച് ഒരു കുഴപ്പവും ഉണ്ടാകാതെ എൻ്റെ മോളെ എനിക്ക് കാണാൻ അവസരം തരണേ എന്ന് ശ്യാമ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുതെന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് യശോദ ഭഗവാന് ചാർത്തുന്നതിന് വേണ്ടിയുള്ള പൂമാലയുമായി അവിടേക്ക് എത്തിയത്. അപ്പോഴേക്കും അവിടെ തൊഴാനെത്തിയ ഒരു സ്ത്രീ വന്ന് യശോദയോട് കുശലം ചോദിച്ചു. അത് ശരി, ഇന്ന് തിരുമേനിയോടൊപ്പം യശോദയും പോന്നോ എന്ന് ചോദിച്ചതും അതെ, വെറുതെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞ് യശോദ മറുപടി നൽകി. അതിനുശേഷം യശോദ അവിടെ നിന്ന് മാറി മറ്റു ജോലിയിലേക്ക് തിരിയുന്നത് കണ്ട് ഉടനെ ശ്യാമ അശ്വതിയോട് പറഞ്ഞു, ചേച്ചി ചെന്നൊന്ന് ചോദിച്ചേ. അപ്പോഴേക്കും യശോദയോട് സംസാരിച്ചിട്ട് വന്ന ആ സ്ത്രീയുടെ അരികിലേക്ക് ചെന്ന് അശ്വതി ചോദിച്ചു, അല്ല ചേച്ചി, അതാരാ, തിരുമേനിയുടെ ആരാ അവർ എന്ന് ചോദിച്ചപ്പോൾ അത് തിരുമേനിയുടെ ഭാര്യയാണ് എന്ന് ആ സ്ത്രീ മറുപടി നൽകി. അതിനുശേഷം യശോദ അവിടെ പോയിരുന്ന് പതിയെ തിരുത്തുണി തിരിക്കുന്നതൊക്കെ കണ്ട് അശ്വതിയും ശ്യാമയും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പ്രസാദവുമായിട്ട് ദേവനാരായണൻ തിരുമേനി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. പ്രസാദം ശ്യാമയ്ക്കും അശ്വതിക്കും നൽകുന്നതിനിടയിൽ ദേവനാരായണൻ തിരുമേനി അവിടെ നിന്ന് യശോദയെ വിളിച്ചിട്ട് ചോദിച്ചു, യശോദയെ, നമ്മുടെ മോള് വന്നില്ലേ ഇതുവരെയായിട്ടും? അപ്പോഴേക്കും യശോദയെ തനിച്ച് കണ്ടതോടെ ആ ചോദ്യം കേട്ട് യശോദ പറഞ്ഞു, ഇല്ല, ഇതുവരെയായിട്ടും എത്തിയില്ല. അല്ല, മോളിത് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഞാൻ അകത്തേക്ക് കയറുക പൂജയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് യശോദ ശ്യാമ രാധികയെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് ശ്യാമ തിരുമേനിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും തിരുമേനി വേഗം ശ്രീകോവിലിൽ കയറി നടയടച്ചു. ശ്യാമ ആകെ നിരാശയോടെ വേഗം പുറത്തേക്ക് അശ്വതിയോടൊപ്പം ഇറങ്ങി. ഉടനെ അശ്വതിയോട് ശ്യാമ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ മോൾ ഇവിടെ തന്നെയുണ്ട്. അവൾ എന്തായാലും ഇവിടേക്ക് എത്തും. ഇന്നിവിടെ വെച്ച് എനിക്ക് അവളെ കാണാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ടായെന്ന് ശ്യാമ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അശ്വതി അതിശയപ്പെട്ട് നോക്കുന്നത്. അപ്പുറത്തെ വഴിയിലൂടെ കയ്യിൽ ഒരു കുട്ട നിറച്ച് പൂക്കളുമായിട്ട് നടന്നു വരുന്ന രാധികയെ അശ്വതി കണ്ടു. അശ്വതി കണ്ടതോടെ അതിശയത്തോടെ ശ്യാമയെ വിളിച്ചു, ശ്യാമേ, ദാ നോക്കിക്കേ എന്ന് പറഞ്ഞതും ശ്യാമ അതിലെ നടന്നു കടന്ന രാധികയെ കണ്ടതോടെ അതിശയത്തോടെ ശ്യാമ നോക്കി നിൽക്കുകയാണ്. രാധികയെ കണ്ട ആ നിമിഷം അശ്വതിയും ആകെ അതിശയപ്പെട്ടു നോക്കി. രാധിക വളരെ സന്തോഷത്തോടെ നടന്നു വരുമ്പോൾ അശ്വതി പറഞ്ഞു, ശ്യാമേ, ഇനി ആർക്കും ഒരു കാരണവശാലും നീ അവളുടെ അമ്മയല്ല എന്ന് പറയാനാവില്ല. കാരണം നിന്നെപ്പോലെയാണ് എന്നത് എല്ലാവർക്കും സംശയം തോന്നിയതല്ല, സത്യമാണ്. നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്നു നിന്റെ മകളും എന്ന് അശ്വതി ശ്യാമയോട് പറഞ്ഞു. ശ്യാമയുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു പോയത് കുഞ്ഞുനാളിൽ അവൾ ജനിച്ച ആ സമയത്ത് അവളുടെ കഴുത്തിൽ തൻ്റെ കൃഷ്ണഭഗവാന്റെ ആ മാല അണിയിച്ചതും പിന്നീട് ശ്യാമയെ വർഷങ്ങൾക്ക് ശേഷം ശ്യാമ പാട്ടുപാടാനായി ആ സംഗീത കോളേജിലെത്തിയപ്പോൾ അവിടെ തൻ്റെ മകളാണെന്ന് അന്ന് താൻ ഒരു മിന്നായം പോലെ അന്ന് കണ്ട ആ കുട്ടി അത് എൻ്റെ മകൾ തന്നെയായിരുന്നുവെന്ന് ശ്യാമ വീണ്ടും ആ ഓർമ്മകളിൽ നിന്ന് വീണ്ടും അത് തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും രാധിക ആ പൂക്കളുമായിട്ട് വേഗം അവിടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിപ്പോയി. ഇത് കണ്ടതോടെ ശ്യാമ വളരെ സന്തോഷത്തോടെ രാധികയോട് പറഞ്ഞു, അരികെ എന്ന അശ്വതിയോട് പറഞ്ഞു, അശ്വതി ചേച്ചി, അതെൻ്റെ മോളാ, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല, അവൾ എൻ്റെ മോള് തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു, അതേ ശ്യാമേ, അത് നിൻ്റെ മകൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല, എനിക്കും ഉറപ്പുണ്ട്. എന്തായാലും നീ വാ, നമുക്ക് പോയി നോക്കാം, എന്താ ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്ക് അകത്തേക്ക് ചെന്ന് ദേവനാരായണൻ തിരുമേനിയോട് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമ പറഞ്ഞു, വാ ചേച്ചി, നമുക്ക് പോയി നോക്കാം, നമ്മുടെ മോളെ പോയി നോക്കാം എന്ന് പറഞ്ഞ് ശ്യാമ വേഗം രാധിക പോയ വഴിക്ക് അകത്തേക്ക് കയറി. ഈ സമയത്ത് രാധിക പൂക്കളുമായിട്ട് വേഗം അകത്തേക്ക് കയറി വന്നു. ദേവനാരായണൻ തിരുമേനിയും യശോദയും അതിശയപ്പെട്ട് അരികിലേക്ക് വന്ന രാധികയെ നോക്കി. ഇതെന്താ മോളെ, കൈ നിറയെ പൂക്കളൊക്കെ ആയിട്ട്, എന്താ ഈ പൂക്കോടെയൊക്കെ ആയിട്ട് സ്നേഹയുടെ കടയിലെ പൂക്കളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോന്നോ എന്ന് ചോദിച്ചപ്പോൾ
ഉടനെ ഇതാണോ മോളൊരാളെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. രാധിക പറഞ്ഞു, അതെ അച്ഛാ, വേറൊന്നുമല്ല, നമ്മുടെ സ്നേഹയില്ലേ, അവളുടെ കടയിലെ പൂക്കളാണിതെല്ലാം തന്നെ. അവൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂക്കളൊക്കെ അവൾ വിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, അവളുടെ കടയിലെ പൂക്കളൊക്കെ ഇന്നു മുതൽ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് എന്തായാലും ഞാനും വെറുതെ ഇരിക്കുകയല്ലേ, ഒരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതി അവളുടെ കടയിലെ പൂക്കളും പൂജാ സാധനങ്ങളും ഞാനും ഇതുവഴി നടന്നു വിൽക്കും. അപ്പോൾ അതിന് ഒരു ചിലവ്, ഒരു തുക അവളെനിക്ക് തരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദേവനാരായണൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല. മോള് പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഉടനെ സങ്കടത്തോടെ ആ നിമിഷം രാധിക ചോദിച്ചു, അല്ലച്ചാ, ഞാനിങ്ങനെ ഒരു ജോലി ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? അച്ഛൻ്റെ ഈ സങ്കടങ്ങളൊക്കെ എനിക്ക് കിട്ടുന്ന ആ ഒരു ശമ്പളം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ, എന്നാലാവുന്ന രീതിയിൽ ഒരു സഹായം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു, മോളെ, നീ എന്ത് പറഞ്ഞാലും ശരി, അച്ഛനും ഞാനും ഇതിനൊരിക്കലും സമ്മതിക്കില്ല. അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു, മോളെ, എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് നിന്നെ കാണുന്നതാണ്. അന്ന് നിന്നെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ എൻ്റെ കൂടെയുള്ളവരും മറ്റുള്ളവരും എല്ലാം പറഞ്ഞിരുന്നു നിന്നെ ഏറ്റെടുക്കണ്ടായെന്ന്. പക്ഷേ അന്ന് നിന്നെ മുഖത്തുണ്ടായ പുഞ്ചിരി, ആ നിമിഷം മുതൽ നീ എൻ്റെ മകൾ തന്നെയാണ്. എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ എന്ന് പറയുന്നത് നീയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ യശോദ പറഞ്ഞു, മോളെ, ഒരുപക്ഷെ ഇങ്ങനെയൊരു ജോലി പ്രിയങ്ക ചെയ്യാമെന്ന് പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ സമ്മതിച്ചേനെ, പക്ഷേ അത് മോളെ ചെയ്യാനായിട്ട് ഒരു കാരണവശാൽ അച്ഛൻ സമ്മതിക്കില്ല. ഉടനെ രാധിക ചോദിച്ചു, അതെന്താ അച്ഛൻ അങ്ങനെ? അച്ഛനെ സഹായിക്കാൻ എനിക്കും ആഗ്രഹമില്ലേ, ഞാൻ ഈ ചെയ്യുന്ന ജോലിയിൽ അതെന്താ അച്ഛൻ അത്ര ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ഉടനെ ദേവനാരായണൻ പറഞ്ഞു, എൻ്റെ മോള് ഇങ്ങനൊരു ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. മോള് എന്നും എൻ്റെ കൂടെ, ഞങ്ങളുടെ ഒപ്പം എന്നും മോളുണ്ടായാൽ മതി, അത്ര മാത്രമേ അച്ഛൻ ആഗ്രഹിക്കുന്നുള്ളൂ. വേറൊന്നും അച്ഛന് മോഹമില്ല. എൻ്റെ മോളുടെ മുഖം എന്നും കണ്ടാൽ മാത്രം മതി, അതാണ് ഈ അച്ഛൻ്റെ സന്തോഷം. എന്നും നിൻ്റെ ഈ സ്നേഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ ഈ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയുള്ള ഒരു വേല തന്നെയല്ലേ. ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഒരു പൂജയായിട്ട് കരുതിയാൽ പോരെ. ഭഗവാന് വേണ്ട പൂക്കളും സാധനങ്ങളും ഒക്കെ അല്ലേ ഞാൻ ഈ കൊടുക്കുന്നത്. അത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കർമ്മമല്ലേ. അച്ഛൻ പൂജ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ക്ഷേത്ര പൂജാ സാധനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് എന്താ അച്ഛാ കുഴപ്പമുള്ളത്? അതുപോലെ തന്നെ ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കണക്ക് പറയുമോ? അതിനെ നിൽക്കുമോ അച്ഛൻ ചെയ്യില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ദേവനാരായണൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ദൈവമല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ കഴിയുന്ന ഒരു കാര്യം ചെയ്യുന്നു, അതിലെന്താ കുഴപ്പം എന്ന് രാധിക ചോദിച്ചപ്പോൾ രണ്ടുപേരോട് എന്നോടൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു, കണ്ടില്ലേ, അവൾ പറഞ്ഞ് അവളുടെ വശത്ത് തന്നെ അവൾ നമ്മളെ കൊണ്ടുപോയി കുരുക്കിയത് കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, അച്ഛൻ്റെ ഉത്തരം മുട്ടിക്കുമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണൻ പറഞ്ഞു, ശരി, ഈ ഒരു പൂജാ സാധനങ്ങൾ കൊടുക്കാനുള്ള ആ ഒരു അനുമതി അത്രയല്ലേ ഉള്ളൂ. ശരി, എന്തായാലും ഈ പൂജാ സാധനങ്ങൾ നിനക്ക് തന്നെ വിൽക്കാൻ പോകണം, അതല്ലേ, അതിനു വേണ്ടിയല്ലേ ഈ കറക്കമെല്ലാം കറങ്ങിയത്. ശരി, ഇനിയിപ്പോൾ ഞാൻ അതിനോട് എതിർക്കുന്നില്ല എന്ന് ദേവനാരായണൻ പറഞ്ഞതും യശോദ പറഞ്ഞു, കണ്ടില്ലേ, അച്ഛൻ ആദ്യം എതിർപ്പ് പറഞ്ഞെങ്കിലും അവസാനം ഓരോ ന്യായവാദങ്ങൾ നിരത്തി അച്ഛനെ നിൻ്റെ വഴിക്ക് തന്നെ നീ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണൻ പറഞ്ഞു, എന്തായാലും എനിക്ക് എൻ്റെ മോള് എന്നും ഇങ്ങനെ പുഞ്ചിരിച്ച് എൻ്റെ കൂടെ വേണം. നിൻ്റെ സ്നേഹമെന്നും ഞങ്ങൾക്കെന്നും ഉണ്ടാകണം, അത്ര മാത്രമേ അച്ഛൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതും ഉടനെ യശോദ പറഞ്ഞു, ദേവനാരായണൻ്റെ വാക്ക് കേട്ടതും യശോദ ചോദിച്ചു, അത് ശരി, അപ്പോൾ ഇത്ര പെട്ടെന്ന് ആരെങ്കിലും മരണത്തിൻ്റെ കാര്യം പറഞ്ഞോ? അച്ഛൻ്റെ കണ്ണടയുന്നത് വരെ എന്നെ അച്ഛന് കാണണമെന്നല്ലേ അച്ഛൻ പറയുന്നത്. അതിനിപ്പോൾ ഇവിടെ ആരാ മരിക്കാൻ പോകുന്നത്? അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ. ഞാൻ എന്തായാലും ഈ ജോലി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്താ അച്ഛനും അമ്മയും കൂടി എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് വേഗം രാധിക രണ്ടുപേരുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു. ഈ സംസാരം നമ്മൾ മുന്നോട്ട് നീങ്ങിപ്പോയാലേ അച്ഛനും കരയും, ഞാനും കരയും, കൂടാതെ അമ്മയും കരയും. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും അനുഗ്രഹം രാധിക വാങ്ങിക്കുന്നത് കണ്ട് അപ്പുറത്ത് മാറി നിന്ന് ശ്യാമയുടെ കണ്ണുകൾ നിറഞ്ഞു. മകളെ ചേർത്ത് പിടിച്ച് ആ അമ്മയും അച്ഛനും അങ്ങനെ സ്നേഹിക്കുന്നത് കണ്ടതോടെ ശ്യാമ അരികിലേക്ക് ചെല്ലാനായി വല്ലാതെ ആഗ്രഹിച്ചു. ഉടനെ തന്നെ ശ്യാമയെ അശ്വതി പിടിച്ചു നിർത്തി. എന്നാൽ ശരി അച്ഛ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ പൂക്കോടയുമായിട്ട്
രാധിക പുറത്തേക്ക് പോയി. ഇത് കണ്ടതും യശോദ പറഞ്ഞു, എന്തായാലും നമ്മുടെ മോളൊരു ജോലി ചെയ്താൽ അതിൽ തീർച്ചയായിട്ടും അവൾ വിജയം കൈവരിക്കും. അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു, എന്നും എൻ്റെ മോള് എൻ്റെ അരികിൽ തന്നെ ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവൾ ഒരിക്കലും നമ്മളെ വിട്ടു പോകരുതെന്ന് മാത്രം. അത് കേട്ടതും ശ്യാമ ആകെ വിഷമത്തോടെ അശ്വതിയോട് പറഞ്ഞു, ചേച്ചി നമുക്കിറങ്ങാം. ഈ സമയം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന രാധിക പൂക്കളും പൂജാ സാധനങ്ങളുമൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിയ ആളുകൾക്കായി വിൽക്കുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ ശ്യാമയുടെ മനസ്സ് വല്ലാതെ വിഷമത്തിലായി. അശ്വതിയുടെ സങ്കടത്തോടെ ശ്യാമ പറഞ്ഞു, ചേച്ചി ആ തിരുമേനിയും ഭാര്യയും പറയുന്നത് കേട്ടില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന അവരുടെ മുന്നിലേക്ക് ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇത്രത്തോളം എൻ്റെ മോളെ സ്നേഹിക്കുന്ന അവരുടെ അരികിൽ നിന്ന് ഞാൻ എങ്ങനെയാ എൻ്റെ മോളെ അടർത്തി മാറ്റാൻ നോക്കുന്നത്? എങ്ങനെയാ ഞാൻ അവളെ തിരികെ ചോദിക്കുന്നത് എന്ന് ശ്യാമ സങ്കടപ്പെട്ടു. ഉടനെ അശ്വതി പറഞ്ഞു, അതെ ശ്യാമ, ഒരു കാര്യം ചെയ്യാം. നീ ഇപ്പോൾ എന്തായാലും രാധികയുടെ മുന്നിലേക്ക് ചെല്ലണ്ട. ഞാൻ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്താണ് രാധികയുടെ മനസ്സിലുള്ളതെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ശരിയെന്ന് അശ്വതിയോട് ശ്യാമ സമ്മതിച്ചു. ഈ സമയത്താണ് അവിടെ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ആ സ്ത്രീ ശ്യാമയുടെ അരികിലേക്ക് ചെന്നിട്ട് പൂക്കളെക്കുറിച്ച് ചോദിച്ചത്. അത് ശരി, ഇന്നു മുതൽ പൂജാ സാധനങ്ങൾ കൊടുക്കുന്നത് രാധിക മോളാണല്ലേ? അങ്ങനെയാണെങ്കിലേ ഞങ്ങൾക്ക് നല്ല പൂക്കൾ കിട്ടുമല്ലോ. സ്നേഹയുടെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പൂക്കൾ മിക്കപ്പോഴും അതിൽ വാടിയതും ചീഞ്ഞതുമൊക്കെ ഉണ്ടാകും. എന്നാൽ ഇനി രാധിക മോളുടെ കയ്യിൽ നിന്നാണെങ്കിൽ നല്ലത് തന്നെ കിട്ടുമല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് രാധിക അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ തൊഴാനായി എത്തിയ ആളുകൾക്ക് വേണ്ടി പൂമാലയും മറ്റുമൊക്കെ എടുത്ത് കൃത്യമായി ആ ഇലയിലാക്കി അങ്ങനെ വെച്ചു. അപ്പോഴേക്കും അശ്വതി വേഗം ഒരു പൂമാല തരുമോ എന്ന് ചോദിച്ചു. ഉടനെ രാധിക പറഞ്ഞു, അതിനെന്താ, ഇത് ഇവിടത്തേക്ക് ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂജാ സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം തന്നെ എന്ന് പറഞ്ഞ് മാല കൊടുക്കാൻ തുടങ്ങുന്നതിനിടയിൽ രാധിക ചോദിച്ചു, ദൂരെ നിന്ന് വരുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അശ്വതി ചോദിച്ചു, അല്ല അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഞാനിതുവരെ ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് രാധിക പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ അശ്വതി പറഞ്ഞു, അല്ല ഇവിടെ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇടയ്ക്കേ വരാറുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചാൽ കുട്ടി സത്യം പറയുമോ? കുട്ടി തിരുമേനിയുടെ വളർത്തുമകളാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രാധിക പറഞ്ഞു, അത് പിന്നെ എല്ലാ അച്ഛനമ്മമാരും അവരുടെ മക്കളെ വളർത്തുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അവരെല്ലാം വളർത്തുമക്കളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അശ്വതി പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. വളർത്തുമോളാണെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ അവിടെ അകത്ത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധിക പറഞ്ഞു, അതെ അങ്ങനെ അച്ഛന് എന്നെ ഒരിക്കൽ അച്ഛൻ പോയപ്പോൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുന്ന് അച്ഛന് കിട്ടിയതാണ് എന്നെ. പക്ഷേ ഇടയ്ക്ക് ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ചിലപ്പോൾ അതിങ്ങ് കടന്നു വരും. പക്ഷേ എങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോഴേക്കും രാധിക പറയുന്നതെല്ലാം കേട്ട് അപ്പുറത്ത് മരച്ചൂട്ടിൽ നിന്ന് ശ്യാമ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് അശ്വതി അതിനിടയിൽ ശ്യാമയൊന്ന് നോക്കി ഇതെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് കൃത്യമായി ശ്രദ്ധിച്ചു. അപ്പോഴേക്കും അശ്വതി ചോദിച്ചു, അല്ല ഇനി മോളുടെ അമ്മ എന്തെങ്കിലും മോളുടെ അരികിലേക്ക് വന്നാൽ എന്തായിരിക്കും മോളുടെ പ്രതികരണം? പെട്ടെന്നൊരു ദിവസം മോളെ അന്വേഷിച്ച് അമ്മ വന്നാലോ എന്ന് ചോദിച്ചതും രാധിക ആകെ വിഷമത്തിലായി. എന്താ മോളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, അങ്ങനെ വന്നാൽ ഞാൻ എന്താ പറയുക, എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ ഇപ്പോഴറിയില്ല. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ അമ്മയല്ലേ, ഒരിക്കലും എന്നെ അന്വേഷിച്ച് വരില്ല, അത് ഉറപ്പാണ്. ഇനി അഥവാ വന്നാൽ ആ അമ്മയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ അച്ഛനെയും അമ്മയെയും കാണിച്ചു കൊടുക്കും. എന്നെ സ്നേഹിക്കുന്ന അവരുടെ ആ സ്നേഹം ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ ദൈവമാണ് അവർ രണ്ടുപേരുമെന്ന് ഞാൻ പറയും എന്ന്. പിന്നെ എന്താ പറയുകയെന്നും സംസാരിക്കുമെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ് രാധിക പൂക്കളും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് ശ്യാമ മോളെ നോക്കി കണ്ണുനീര് പൊഴിച്ചു. അപ്പോഴേക്കും അശ്വതി വേഗം രാധികയുടെ കയ്യിൽ നിന്ന് വഴിപാടിനായി നൽകാനായി വാങ്ങിച്ച ആ പൂക്കളും മറ്റുമായിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് കയറി അവിടെ അത് വെച്ചിട്ട് നേരെ ശ്യാമയ്ക്കരികിലേക്ക് അശ്വതി ഓടിയെത്തി. അപ്പോഴേക്കും രാധിക ആ പൂക്കളെല്ലാം പൂജാ സാധനങ്ങളെല്ലാം വീണ്ടും വിറ്റഴിക്കുന്നതിന് വേണ്ടി മറ്റൊരു ദിശയിലേക്ക് നടന്നു നീങ്ങി.